കറി എങ്ങനെയുണ്ട്, കൊള്ളാമോ? മുരിങ്ങ ഇറച്ചിക്കറിയാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ഓയിസ്റ്റർ അഥവാ മുരിങ്ങ ഇറച്ചി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിക്കണേ. എന്തായാലും നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഇതിന് 540 ഗ്രാമിന് 293 രൂപയാണ് കേട്ടോ വില. എന്തായാലും ലുലു പോയപ്പോൾ കണ്ടപ്പോൾ അങ്ങോട്ട് വാങ്ങിച്ചതാണ്. എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം അല്ലേ. വളരെ സിമ്പിളാട്ടോ ഇത് വയ്ക്കാൻ. അപ്പം അതിലേക്കായിട്ട് നമ്മളൊരു 3 സവാളയും 2 തക്കാളിയും ഒരു 3 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ വഴിയേ കാണാം. എന്തായാലും ഇത് നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ. ഇനി ഓയിലൊഴിച്ചു, അതിലേക്ക് സവാള ഇട്ടു. അതുപോലെ സവാള നല്ലപോലെ വഴന്നു വന്നപ്പോൾ തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതെല്ലാം വഴന്നു വന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ മീറ്റ് മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തു. അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ഇട്ട് വീണ്ടും അതിനെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പിന്നെ വിഷ്ണുവാണ് ആൾ, അവൻ്റെ കൈ കിട്ടുന്ന മസാലയൊക്കെ ഇട്ടിടും. എന്തായാലും കുളമാവില്ല, ടേസ്റ്റ് ആവുള്ളൂ അവൻ ഉണ്ടാക്കി കേട്ടോ. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കുറച്ച് പുളിയും കൂടെ, നമ്മുടെ മീനിനൊക്കെ ചേർക്കുന്ന പോലെ കുറച്ച് പുളിയും കൂടെ ചേർത്ത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കേട്ടോ. പിന്നെ നമ്മുടെ ഉലുവേല എന്ന് പറയില്ലേ, ഉണങ്ങി പൊടിച്ച്, അതാണ് കൈ കൊണ്ടൊന്നും കൂടെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഓയിസ്റ്റർ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അവരെ അവിടെ ഇട്ട് ഇളക്കി എല്ലാവരുമായിട്ട് യോജിപ്പിച്ച് അങ്ങോട്ട് കറിയാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഈ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്ത് അതും കൂടി വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അരയ്ക്കുന്നൊന്നുമില്ല, ഒന്ന് പൊടിച്ചെടുത്തു എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. വീണ്ടും ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും കരിവേപ്പിലയും അതേപോലെ തന്നെ നമ്മുടെ വറ്റൽമുളകും, കടുക് ഇടുന്നില്ല, ഇത്രയും സാധനങ്ങളിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെയ്യണേ. അതിന് ശേഷം നമ്മളുടെ കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മളിതാ കണ്ടോ മാഗിയുടെ ക്രീമും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്, തേങ്ങാപ്പാൽ ചേർക്കുന്ന പോലെ. എന്തായാലും നമ്മളുടെ ഓയിസ്റ്റർ കറി അഥവാ മുരിങ്ങ ഇറച്ചി കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യൂ.